ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹയർ ഹൈ ഹയർ ലോ അതുപോലെ ലോവർ ഹൈ ലോവർ ലോ എന്ന് പറയുന്ന ഒരു സ്റ്റഡി രീതിയാണ്. അപ്പം ഈ ഒരു പാറ്റേണിലാണ് ഈ ലോകത്തുള്ള ഏതൊരു ചാർട്ടായാലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹയർ ഹൈ ലോവർ ലോ ആ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ നല്ല രീതിയിൽ ചാർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ, മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് നമുക്കും പോവാം. നല്ല രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസിനെയൊക്കെ നമുക്ക് ഈ ഒരു പാറ്റേണിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചാർട്ടിൽ നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഡെമോ രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചാർട്ടിലേക്ക് പോകാം. ഇത് ഏത് ചാർട്ട്, ലോകത്ത് ഏതൊക്കെ ചാർട്ടുണ്ടോ ആ ചാർട്ടിലെല്ലാം വർക്കൗട്ട് ആവും. അതുപോലെ തന്നെ ഏത് ടൈം ഫ്രെയിമിലായാലും, വീക്കിലിയിലോ ഡെയിലിയിലോ 1 അവറിലോ 15 മിനിറ്റിലോ 5 മിനിറ്റിലോ ഏത് ടൈം ഫ്രെയിമിൽ നോക്കിയാലും ഈ ഒരു ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ ഒരേ രീതിയിലായിരിക്കും പോകുന്നത്. ആ ടൈം ഫ്രെയിമിനനുസരിച്ചായിരിക്കും ഈ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, ഏത് ടൈം ഫ്രെയിമിലാണോ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ നോക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഫോറക്സിലായിക്കോട്ടെ, ക്രിപ്റ്റോയിലായിക്കോട്ടെ, സ്റ്റോക്കിലായിക്കോട്ടെ, കമ്മോഡിറ്റിയിലായിക്കോട്ടെ, ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി രീതി പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ലൈവ് മാർക്കറ്റിൽ ചെയ്ത് നോക്കാം. ഈ രീതിയിലാണ് മാർക്കറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെമോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡെമോ രീതി എന്ന് പറയുമ്പം ഈ ഒരു ഹയർ ഹൈ ഹയർ ലോ പാറ്റേൺ മൂവ് ചെയ്യുന്നത്, ഇപ്പം മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലായിരിക്കും പോകുന്നത്. കാരണം തൊട്ട് മുമ്പുള്ള ഹൈയിനെ ബ്രേക്ക് ചെയ്ത് പോകും മാർക്കറ്റ്. തൊട്ട് മുമ്പുള്ള ഹൈയിനെ ബ്രേക്ക് ചെയ്ത് പോകും. അപ് ട്രെൻഡിലുള്ള ഒരു മാർക്കറ്റ്. ഹയർ ഹൈ ആദ്യം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയി താഴത്തേക്ക് വന്നു. എന്നിട്ട് ആ ഹൈയിനെ ബ്രേക്ക് ചെയ്തു, ഈ ഒരു ഹൈയിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്ത ഹൈ ആയി, ഹയർ ഹൈ ആയി. ഈ ഒരു ഹൈനെക്കാട്ടി മുകളിലാണ് ഈ ഹൈ ആയതുകൊണ്ട് അത് ഹയർ ഹൈ ആയി. വീണ്ടും താഴത്തൊരു ലോ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ഈ ഒരു തൊട്ട് താഴത്തുള്ള ലോയ്ക്ക് അടുത്ത് വന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈക്ക് മേളിലായതുകൊണ്ട് ഇത് ഹയർ ലോ. ഓക്കെ, ഹയർ ഹൈ ഹയർ ലോ. വീണ്ടും ഈ തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ അടുത്തൊരു ഹൈ ക്രിയേറ്റ് ആയി, ഹയർ ഹൈ. വീണ്ടും താഴത്തേക്ക് വന്നപ്പം ഈ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് അടുത്ത് പോലും വന്നില്ല. ഓക്കെ, അപ്പോൾ ഈ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിലായതുകൊണ്ട് ഇത് ഹയർ ലോ ആയി, ഹയർ ഹൈ ഹയർ ലോ. വീണ്ടും ഇതിങ്ങനെയായിരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അപ് ട്രെൻഡിൽ പോകുന്ന ഒരു മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കാനായിട്ട്. തൊട്ട് മുമ്പുള്ള ഹൈയിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്തൊരു ഹൈ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹയർ ഹൈ ആയി. അതുപോലെ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് അടുത്ത് പോലും വന്നില്ല, അതിന് മുമ്പ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മേപ്പോട്ട് പോവുകയാണെങ്കിൽ അത് ഹയർ ലോ ആയി, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ. ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് രീതിയിലും നമുക്ക് ചാർട്ടിൽ നോക്കി എൻട്രിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെന്നൊക്കെ നമുക്ക് ചാർട്ടിൽ പോയിട്ട് പറയാം. അപ്പോൾ ആദ്യം ഈ ഒരു രീതി ഒന്ന് മനസ്സിലാക്കിയിരിക്കും. ഇതായിരിക്കും ഹയർ ഹൈ ഹയർ ലോ പാറ്റേൺ, ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഓക്കെ, തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് പോവും. അതുപോലെ തൊട്ട് മുമ്പുള്ള ലോയിൽ എത്തുന്നതിന് മുമ്പ് പുതിയൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും മേപ്പോട്ട് പോകും. ഓക്കെ, ഈ ഒരു രീതിയായിരിക്കും. ഇനി മാർക്കറ്റ് താഴത്തേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഏത് രീതിയായിരിക്കും? ഇതേ രീതിയിലായിരിക്കും മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത്, ലോവർ ഹൈ ലോവർ ലോ. അതായത് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയി, തൊട്ട് മേളിൽ ഒരു ഹൈ. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇതാണ് ഇവിടുത്തെ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ലോ എന്ന് പറയുന്നത് ഇതാണ് ഹൈ. അപ്പോൾ
ഈ തൊട്ട് താഴത്തുള്ള ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ലോ എന്തായി? ലോവർ ഹൈ ലോവർ ലോ. ഓക്കെ, ഇതപ്പോൾ ലോ. ഇനി ഇത് മേപ്പോട്ട് കയറിയപ്പം തൊട്ട് മുമ്പുള്ള ഹൈക്ക് അടുത്ത് പോയില്ല, അതിനെക്കാട്ടിയും താഴത്താണ്, തൊട്ട് മുമ്പുള്ള ഹൈനെക്കാട്ടിയും താഴത്താണ് പുതിയ ഹൈ വെച്ചത്. അപ്പോൾ ഇതെന്തായി? ലോവർ ഹൈ ആയി. ഓക്കെ, വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വന്നപ്പോൾ ഈ തൊട്ട് മുമ്പുള്ള ലോയിനെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ആയി. പക്ഷേ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചപ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈക്ക് താഴത്ത് വരെ പോകാൻ പറ്റുള്ളൂ, അതിന് മേളിൽ പോകാനായിട്ട് പറ്റിയില്ല. അപ്പം ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ലോവർ ഹൈ ലോവർ ലോ ഇതേ പാറ്റേണിലായിരിക്കും വരുന്നത്. ഇനി ഇത് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? ഈ ഒരു താഴത്തോട്ട് വന്നൊരു മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് നമുക്ക് ചാർട്ടിൽ തന്നെ കാണിച്ചു തരും. മുകളിലോട്ട് പോകും എങ്കിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് പിന്നീട് ഒരു ഹൈക്ക് മേളിൽ പോയാലേ, ഹൈക്ക് മേളിൽ ബ്രേക്ക് ചെയ്ത് പുതിയ ഹയർ ഹൈ ഹയർ ലോ പാറ്റേൺ തൊട്ട് താഴത്തുള്ള ലോയിൽ പിന്നെ വരരുത്. തൊട്ട് താഴത്തുള്ള ലോയിൽ വന്ന് ബ്രേക്ക് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പോകും. തൊട്ട് താഴത്തുള്ള ലോയ്ക്ക് വരാതെ തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് പിന്നീട് ഇങ്ങനെ പോകും, മുകളിലേക്ക് പോകും. പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകും തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരാതെ. എന്നിട്ട് മുകളിൽ പോയിട്ട് ഈ മാർക്കറ്റ് എന്ത് ചെയ്യാം? വീണ്ടും ഇതുപോലെ തൊട്ട് താഴത്തുള്ള എവിടെയാണോ ഒരു ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത് ആ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വരും. ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് ചാർട്ടിൽ നല്ല രീതിയിലൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ ഇപ്പം അവസാനത്തെ ഒരു ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്, അവസാനത്തെ ഹൈ എന്ന് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഇതായിരുന്നു അവസാനത്തെ ലോ. ഈ ഒരു ഏരിയ ഇതായിരുന്നു അവസാനത്തെ ലോ. ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ള ഒരു ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ താഴെ വന്നു മുകളിലോട്ട് പോകുമ്പോൾ ഈ ഒരു ഹൈനെ കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ, ഈ ഒരു ഹൈനെ മാർക്കറ്റ് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ പുതിയ ഒരു ഹൈ ആയി. അവിടെ നിലവിലുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് മേളിൽ പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം? താഴത്തേക്ക് ട്രേഡ് എടുത്തിരിക്കുന്നവർ ഈ ഒരു രീതി കാണുമ്പോൾ മാർക്കറ്റിന് ഇവിടുന്ന് ഈ ഒരു ഹൈക്ക് മേളിൽ വരണമെന്നുണ്ടെങ്കിൽ ബൈയിങ് പ്രഷർ അത്രയും ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഇതിന് ഹൈയിൽ വന്നത്. അപ്പോൾ ഇവിടുന്ന് താഴത്തോട്ട് ട്രേഡ് എടുത്തിരിക്കുന്നവർ പേടിക്കാം, അല്ലെങ്കിൽ അവർ എക്സിറ്റ് ചെയ്തിട്ട് പോകാം. കാരണം തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറി, ഒന്നുകിൽ അവരവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, ഒന്നുകിലല്ല അവരവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. വീണ്ടും താഴത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്തിരിക്കുന്നവർ ഈ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ അവരവിടെ ഹോൾഡ് ചെയ്യും, അല്ല എക്സിറ്റ് ചെയ്ത് മാറും അവർ. ഓക്കെ, ഈ മേളിൽ ചെന്നിട്ട് എന്താ സംഭവിച്ചത്? ഏറ്റവും മേളിൽ ചെന്നിട്ട് അത് താഴത്തേക്ക് വന്നൊരു രീതി കണ്ട, താഴത്തേക്ക് വന്ന രീതി എന്നുവെച്ചാൽ അവസാനത്തെ ലോ. കാരണം ഇതായിരുന്നു ഇവിടുത്തെ ഒരു ഹൈ എന്ന് പറയുന്നത്. താഴത്തേക്ക് വന്നു, വീണ്ടും ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ള ലോ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ലോ. തൊട്ട് മുമ്പുള്ള ഹൈ ഇതായിരുന്നു. ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ കാരണക്കാരനായിട്ടുള്ള ലോ ഇതാണ്. അപ്പോൾ ഈ ലോയ്ക്ക് താഴെ മാർക്കറ്റ് വന്ന് സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അടുത്ത സപ്പോർട്ടുകൾക്കടുത്തേക്ക് വീണ്ടും വരാം, അടുത്ത സപ്പോർട്ടിലേക്ക് വീണ്ടും വരാം. പിന്നെ നമ്മൾ ട്രെൻഡ്, ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് നോക്കിയേക്കുക. ഓക്കെ, നിലവിൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ? അപ്പ് ട്രെൻഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ടുകളെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വീണ്ടും കയറി പോകാനായിട്ട് ശ്രമിക്കും. ഡൗണിലാണ് വന്നുകൊണ്ടിരിക്കുന്നതുണ്ടെങ്കിൽ മാർക്കറ്റ് തൊട്ട് താഴത്തുള്ള സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് വരികയും മുകളിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ റെസിസ്റ്റൻസിൽ പോയിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് റിവേഴ്സായിട്ട് താഴേക്ക് വരും. അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നും കൂടെ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് മാർക്കറ്റ് എന്തെങ്കിലും ഒരു സിഗ്നൽ തരും, ഡബ്ല്യു പാറ്റേൺ പോലെയോ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പോലെയോ. എന്നുവെച്ചാൽ ഒന്നുകിൽ ഡബിൾ ബോട്ടം പോലെ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പം
ആ ഡബിൾ ബോട്ടത്തിൻ്റെ മേളിൽ, ജസ്റ്റ് മേളിൽ ചെന്നിട്ട് പിന്നെ താഴത്തോട്ട് വരത്തില്ല. ആ മാർക്കറ്റിന് താഴത്തോട്ട് വരാൻ പറ്റത്തില്ല. ബയേഴ്സ് അത്രയും സ്ട്രോങ് ആണ്. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ, നല്ലൊരു ഡിമാൻഡ് ഏരിയ. ഇവിടെ നിന്നാണ് ഇത്രയും വലിയൊരു മൂവ് പോയത്. അപ്പം ആ ഏരിയയ്ക്ക് അടുത്താണ് മാർക്കറ്റ് വരുന്നത്. അപ്പം മുകളിൽ നിന്നും താഴത്തേക്ക് ട്രേഡ് എടുത്തിരിക്കുന്നവർ ഈ ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്. ഇപ്പം നമ്മളായാൽ പോലും നല്ലൊരു ഡിമാൻഡ് ഏരിയയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്യത്തില്ലേ? അത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നു, മാർക്കറ്റ് എന്ത് ചെയ്യാം, കറക്റ്റ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് പോകണമെന്നില്ല. ചിലപ്പോൾ അതിന് അടുത്ത് നിന്ന് പോകാം, ചിലപ്പോൾ അതിൽ എക്സാക്റ്റ് വന്ന് ടച്ച് ചെയ്തിട്ട് പോകും. അതിനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് വിക്ക് താഴത്തോട്ട് വെച്ചിട്ട് ബോഡി വന്ന് മേളിൽ ക്ലോസ് വെച്ചിട്ട് അങ്ങനെ പോകാം. അങ്ങനെ പല രീതിയിലും പോകും. അപ്പോൾ ഇവിടെ നമുക്കൊരു സിഗ്നൽ കിട്ടും. ആ സിഗ്നലും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം, ഈ പാറ്റേൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയിപ്പം നോക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നീട് താഴത്തേക്ക് വരാതെ ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. എങ്കിലേ അത് വീണ്ടും മുകളിലോട്ട് പോകും. തൊട്ട് മുമ്പുള്ള ഹൈയിനെ ബ്രേക്ക് ചെയ്ത് പോകണം. ഓക്കെ, തൊട്ട് മുമ്പുള്ള ഹൈയിനെ ബ്രേക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഈ ഒരു പാറ്റേൺ, ഈ ഒരു മൂവിലാണ് ഈ ലോകത്തുള്ള എല്ലാ ചാർട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ഇതേ രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പാറ്റേൺ നമുക്ക് ആ ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ഹൈ, ലോവർ ലോ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് സപ്പോർട്ടിനെ മാർക്ക് ചെയ്യാൻ പറ്റും, റെസിസ്റ്റൻസിനെ മാർക്ക് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് എവിടേക്ക് പോകുന്നു എന്നറിയാൻ പറ്റും. അപ്പോൾ അതിനൊപ്പം നമുക്കും പോകാൻ പറ്റും. ഈ ഒരു പാറ്റേൺ നല്ല രീതിയിൽ പച്ചവെള്ളം പോലെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കൊടുക്കണം. ചാർട്ടിൽ പോയിട്ട് ക്യാൻഡിൽ വെച്ചിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എന്തായാലും കൊടുത്തേ പറ്റും. ഇപ്പോൾ ചിലർക്ക് ഒരാഴ്ച കൊണ്ട് ക്ലിയർ ആവാം, ചിലർക്ക് 1 മാസം എടുക്കും, ചിലർക്ക് 3 മാസം എടുക്കും. മാക്സിമം എങ്ങനെയൊക്കെ പോയാലും ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസത്തിനുള്ളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ലൈവ് മാർക്കറ്റിലൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്രയും സമയം കൊണ്ട് തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇത് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇത് ഈസിയാകും. ഈ ഒരു പാറ്റേൺ രീതി മാത്രം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസും വരും, നല്ല രീതിയിൽ ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നമുക്ക് ചാർട്ടിലൊന്ന് നോക്കാം. ചാർട്ടിൽ വേണമെങ്കിൽ ഈ ലോകത്ത് ഏതൊക്കെ ചാർട്ടുണ്ടോ ആ ചാർട്ടിലെല്ലാം ഇത് വർക്കൗട്ടാവും. ഓക്കെ, ഏത് ടൈം ഫ്രെയിമിലും വർക്കൗട്ടാവും. സെക്കൻഡിൽ വേണോ, സെക്കൻഡിലുണ്ടെങ്കിൽ സെക്കൻഡിൽ വർക്കൗട്ടാവും, മിനിറ്റിൽ, 1 മിനിറ്റിൽ, 5 മിനിറ്റിൽ, 15 മിനിറ്റിൽ, ഏത് ടൈം ഫ്രെയിമിലും ഇത് വർക്കൗട്ടാവും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മളുള്ള ചാർട്ട് എന്ന് പറഞ്ഞാൽ GBP USDയുടെ ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് എടുക്കാൻ വേറൊന്നുമല്ല റീസൺ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പുകൾ, ഗ്യാപ്പ് ഡൗണുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള അധികം ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗണുകൾ ഇല്ലാത്ത ചാർട്ടുകൾ എടുത്തിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണുകളും സ്ഥിരമായിട്ടൊക്കെ വരാറുണ്ടല്ലോ. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. ആദ്യം നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർട്ടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് പഠിച്ച് മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ചാർട്ട് എടുത്തിരിക്കുന്നത്. അല്ലാതല്ല, നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ എടുത്തിട്ട് അതിലും ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ജസ്റ്റ് നോക്കിയിരിക്കണം. ഇത് ഏത് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഹയർ ടൈം ഫ്രെയിമിൽ എന്തായാലും നോക്കിയിരിക്കണം നമ്മൾ. അതിനൊപ്പമേ നമ്മൾ സഞ്ചരിക്കാവൂ. എന്തായാലും ഡൗൺ ട്രെൻഡിലാണോ അപ്പ് ട്രെൻഡിലാണോ അത് മനസ്സിലാക്കിയിട്ട്. ഓക്കെ, പിന്നെ നല്ലൊരു ഡിമാൻഡ് ഏരിയയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എന്തായാലും മാർക്കറ്റ് ഒന്ന് റിക്കവറോ, നല്ലൊരു മൂവിൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറും, എത്ര വലിയ ഡൗൺ ട്രെൻഡ് ആയാലും. ഓക്കെ, അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. നല്ല രീതിയിൽ താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഒരിക്കലും അത് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് പോകത്തില്ല. താഴത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും അത് വീണ്ടും മുകളിലോട്ട് പോയിട്ടേ താഴത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ അവിടെയും നമ്മൾ ഈ പറഞ്ഞ ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ഹൈ, ലോവർ ലോ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഒരുപാട് ദൂരെയൊന്നും പോകുന്നില്ല. ഈ ഒരു ഏരിയ മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട.
ഓക്കെ, ഇവിടെ നിന്ന് ഒരു ഹൈ ക്രിയേറ്റായി മാർക്കറ്റ് താഴത്തേക്ക് വന്നു. ഇത് വീക്കിലിയാണ്, വീക്കിലി ടൈം ഫ്രെയിമിലാണ്. നമുക്ക് ഏത് ടൈം ഫ്രെയിമിലും ഇത് നമുക്ക് നോക്കാം, വർക്കൗട്ട് ആവും. മേളിലോട്ട് കയറാൻ ശ്രമിച്ചു, പക്ഷേ തൊട്ട് മുമ്പുള്ള ഹൈക്ക് അടുത്ത് പോകുന്നില്ല. മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നു, തൊട്ട് മുമ്പുള്ള ലോയിനെ ബ്രേക്ക് ചെയ്തു. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ നോക്കി, തൊട്ട് മുമ്പുള്ള ഹൈക്ക് പോകാൻ പറ്റുന്നില്ല. വീണ്ടും താഴെ വന്നു, തൊട്ട് മുമ്പുള്ള ലോയിനെ ബ്രേക്ക് ചെയ്തു. വീണ്ടും മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു. അതിനുശേഷം എന്തായി, ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചു, ചെറിയൊരു പുൾ ബാക്ക് പോലെ വന്നു, വീണ്ടും ഇവിടെ വന്നു. ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് കാണാൻ പറ്റുന്നത്? ലോവർ ഹൈ ലോവർ ലോ, അതായത് തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ തൊട്ട് താഴത്തുള്ള ലോയിനെ ബ്രേക്ക് ചെയ്ത് വരിക. തൊട്ട് താഴത്തുള്ള ലോയിനെ ബ്രേക്ക് ചെയ്ത് വരുന്നു. ഓക്കെ, തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊപ്പമാണ്. ഇപ്പോൾ ഇത് തൊട്ട് താഴത്തുള്ള ലോയിനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഇത് ഡൗണിലോട്ടാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി ഇത് എവിടെ നിന്നാണ് ഈ ഒരു മാർക്കറ്റ് മുകളിലോട്ട് കയറുമ്പോൾ അതിൻ്റെ വ്യത്യാസം? നമ്മൾ നേരത്തെ ഡെമോ ചെയ്ത പോലെ മുകളിലോട്ട് കയറുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നോക്കാം. ഓക്കെ, ഇവിടെ താഴത്ത് വന്നു, ഇവിടം വരെ വന്നിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു, വീണ്ടും താഴത്ത് വന്നു. അപ്പോൾ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് വരുന്നില്ല. വീണ്ടും ഇവിടെ ഒരു ഹൈ ക്രിയേറ്റായി, വീണ്ടും ഇവിടെ ഒരു പുൾ ബാക്ക് വന്നു താഴത്തേക്ക്. അപ്പോഴും തൊട്ട് മുമ്പുണ്ടായ ലോയ്ക്ക് താഴെ വരുന്നില്ല. വീണ്ടും ഇത് മേളിലോട്ട് പോയി, വീണ്ടും താഴെ വരാൻ ശ്രമിച്ചു, പക്ഷേ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് അടുത്ത് വരുന്നില്ല. വീണ്ടും കയറി, വീണ്ടും താഴെ വരാൻ നോക്കി, തൊട്ട് മുമ്പുള്ള ലോയിനെ ബ്രേക്ക് ചെയ്യുന്നില്ല. വീണ്ടും ഇതെന്താ സംഭവിച്ചത്? തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ അവസാനത്തെ ഒരു ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്, അവസാനത്തെ ഒരു ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് അല്ലേ? കാരണം ഇവിടെ വന്നിട്ടുള്ള അവസാനത്തെ ആ ഒരു താഴെ വന്നു, മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു, വീണ്ടും താഴെ വന്നു, വീണ്ടും കയറാൻ ശ്രമിച്ചു. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് ഇവിടെയും ഒരു ഹൈ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഹൈ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പിന്നീട് നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് മുകളിലോട്ട് തന്നെ തിരിക്കാവും. അന്നേരം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും പിന്നീട്. ഓക്കെ, തൊട്ട് മുമ്പുള്ള ഹൈനെ എന്തായാലും ബ്രേക്ക് ചെയ്തിരിക്കണം മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെ മേപ്പോട്ട് പോകുമ്പോൾ അടുത്ത ഹൈ നോക്കുക, ഇവിടെ വരും. പിന്നീട് മേപ്പോട്ട് പോകുമ്പോൾ അടുത്ത ഹൈ എവിടെ വരും? ഇവിടെ വരും. ഇങ്ങനെ ഓരോ ഹൈനെയും ബ്രേക്ക് ചെയ്ത് പോകണം. ഇനി ഇതിൻ്റെ മേളിൽ പോയാൽ ഇങ്ങനെ അടുത്ത ഹൈ എവിടേക്കാണോ വരുന്നത് ആ ഹൈനെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അന്നേരം തിരിച്ച് മേപ്പോട്ടേക്ക് ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ. തൊട്ട് താഴത്തുള്ള മേളിലോട്ട് കയറുമ്പോൾ തൊട്ട് താഴത്തുള്ള ലോയിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് പോകും. അതാണ് ഹയർ ഹൈ ഹയർ ലോ പാറ്റേൺ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ വീക്കിലിയിലാണ്. ഇനി ഡെയിലിയിൽ നോക്കാം, 1 ഹവറിൽ നോക്കാം, ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും ഇത് വർക്കൗട്ട് ആവും. ഏത് ടൈമിൽ നമ്മൾ ഇൻട്രാഡേ ഓപ്ഷൻസ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റിൽ, 15 മിനിറ്റിൽ, 1 മിനിറ്റിലൊക്കെ ആണല്ലോ നോക്കുന്നത്. അപ്പോൾ ആ ടൈം ഫ്രെയിമിൽ ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കിയാൽ മതി. 5 മിനിറ്റിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറാൻ നോക്കി, വീണ്ടും താഴത്തോട്ട് വരാൻ നോക്കി, പക്ഷേ ബോഡി തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴെ വരാൻ പറ്റുന്നില്ല. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറി താഴത്തേക്ക് വരാൻ നോക്കി, പക്ഷേ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. വീണ്ടും തൊട്ട് മുമ്പുണ്ടായ ഹൈനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും ഒന്ന് താഴെ വരാൻ ശ്രമിച്ചു, പക്ഷേ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. വീണ്ടും മുകളിലോട്ട് കയറി തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും താഴെ വരാൻ നോക്കി, തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് അടുത്തേക്ക് വരുന്നില്ല. എന്നിട്ടിത് എവിടെ വരെ പോയി? ഈ ഒരു ലോ വരാൻ കാരണം, ഈ ഒരു ഇത്രയും വലിയൊരു ബിഗ് മൂവ് വരാൻ കാരണമായിട്ടുള്ളൊരു ഹൈ അവിടെ, ഈ ഒരു ഏരിയ. അപ്പോൾ ഇതൊരു സപ്ലൈ ഏരിയ. ഓക്കെ, ഇത്രയും വലിയൊരു മൂവ് വരാൻ കാരണക്കാരനായിട്ടുള്ളൊരു ഹൈ അവിടെ. അപ്പോൾ താഴെ നിന്നും പോയി കഴിഞ്ഞാൽ അവിടം വരെ പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അവിടം വരെ പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇനി എപ്പോഴാണോ ഈ ഒരു അവസാനത്തെ മൂവ് ഉണ്ടാക്കി, ഇപ്പോൾ ഇവിടെ അവസാനത്തെ മൂവ് ഉണ്ടാക്കിയ ലോ ഏതാ? ഇവിടുന്ന് കയറി മുകളിലോട്ട്, അപ്പോൾ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയി. അപ്പോൾ ഈ ഒരു ഹൈക്ക് മേളിൽ പോകാൻ കാരണക്കാരനായിട്ടുള്ള ലോ ഇവിടം വരെ വന്നു. മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ വന്നു.
അപ്പോൾ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ളൊരു ലോ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ അല്ലേ. ഇവിടെ നിന്ന് കയറി മേപ്പോട്ട് പോയി ഒന്ന് താഴത്തോട്ട് വന്നിട്ടാണ് ഇവിടുന്ന് മേപ്പോട്ട് കയറി. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു ബൈയിങ് പ്രഷർ പോയത്. ഓക്കെ, അപ്പോൾ ഇതിന് താഴത്തിന് മാർക്കറ്റ് വന്നാൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് വരത്തുള്ളൂ. തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ള ലോ ഏതാണോ ആ ലോയ്ക്ക് താഴെ വന്നാലേ മാർക്കറ്റ് പിന്നെ പൊത്തുള്ളൂ. അപ്പോൾ ആ ലോയ്ക്ക് അടുത്ത് വരുമ്പോഴും നമുക്ക് ബൈ ചെയ്യാം. ഇതിന് താഴെ വന്നാൽ പിന്നെ മാർക്കറ്റ് താഴത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് ഏത് ടൈം ഫ്രെയിമിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് സ്റ്റോക്കിലൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. അപ്പോൾ ഈ നിഫ്റ്റി നമുക്കറിയാം, നിഫ്റ്റി മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി ആയാലും ഫിൻ നിഫ്റ്റി ആയാലും മിഡ് ക്യാപ് നിഫ്റ്റി ആയാലും എല്ലാം ഇപ്പം നല്ല അപ്പ് മൂവിലോട്ട് പോയിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ നിഫ്റ്റിയൊക്കെ സംബന്ധിച്ച് ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് മേപ്പോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യം. ഇപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് ഉണ്ടായ ഒരു മൂവാണ്. ഇത്രയും വലിയൊരു മൂവ് പോയത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ലൊരു മൂവ് പോയിട്ട് നല്ലൊരു പുൾ ബാക്ക് വന്നു. വീണ്ടും മേപ്പോട്ട് കയറാൻ ശ്രമിച്ചു. ഇവിടെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സൈഡായിട്ട് നിന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇവിടെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് ഇവിടെ നിന്നാണ് ഒരു പുൾ ബാക്ക് വന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് മേളിലോട്ട് പോയി. ഓക്കെ, ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തൊട്ട് മുമ്പുള്ള ലോയിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് മേപ്പോട്ട് പോവുക. അവസാനത്തെ ലോയ്ക്ക് താഴെ എപ്പോഴാണോ മാർക്കറ്റ് വരുന്നത് അപ്പോഴും മാത്രമേ മാർക്കറ്റ് പിന്നെയും താഴത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി അവിടെ കാണുന്നുള്ളൂ. ഇത് തന്നെ നമ്മളൊരു 5 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നു. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഇവിടെ നിന്ന് ചെറിയൊരു പുൾ ബാക്ക് പോലെ വന്നു. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു. ഇവിടെയും ചെറിയൊരു പുൾ ബാക്ക് പോലെ വന്നു. മാർക്കറ്റ് വീണ്ടും മേളിലോട്ട് പോകാൻ ശ്രമിച്ചു. ഇവിടെയും വന്നെങ്കിലും അവസാനത്തെ ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഏകദേശം ഒരേ ലെവലിൽ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മേപ്പോട്ട് കയറാൻ ശ്രമിച്ചു. എന്നിട്ട് ഇവിടെ കുറച്ച് നേരം ഒന്ന് സസ്റ്റെയിൻ ചെയ്തു. വീണ്ടും മാർക്കറ്റ് മേപ്പോട്ട് പോയി. പക്ഷേ ഇതിന് മേളിൽ മാർക്കറ്റിന് പോകാൻ പറ്റുന്നില്ല. കുറേ നേരം സൈഡായിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴെ വന്നു. പക്ഷേ തൊട്ട് മുമ്പുള്ള ലോയിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നീട് എന്ത് സംഭവിച്ചു? ഇവിടെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും മേപ്പോട്ട് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ നോക്കുമ്പോൾ അവസാനത്തെ ഒരു ഹൈ എന്ന് പറയുന്നത് ഏതാവാം? അവസാനത്തെ ഹൈ ഇവിടെയായിരുന്നു. ഒരു അവസാനത്തെ ഹൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് ഈ ഒരു ഫാമിൽ ഞാൻ അതിനൊരു സോണാക്കി മാർക്ക് ചെയ്യാം. ഇതിന് താഴത്ത് വന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ആയി വന്നാലേ വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും. തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് മേപ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ഈ ഒരു ലെവലിന് താഴത്തിന് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് വീണ്ടും ഇനി അടുത്ത സപ്പോർട്ടിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുക. ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. താഴത്തേക്ക് വരുമ്പോൾ കണ്ടില്ലേ, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോയി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ വിക്കോ അല്ലെങ്കിൽ ചെറിയൊരു ബോഡിയോ ഒക്കെ മേപ്പോട്ട് കാണിക്കും. പക്ഷേ അതിൻ്റെ മേളിൽ പോയി സസ്റ്റെയിൻ ആവത്തില്ല. വീണ്ടും താഴത്തോട്ട് വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോയിനെ ബ്രേക്ക് ചെയ്തു താഴത്തോട്ട് വന്നു. ഇങ്ങനെയായിരിക്കും. തൊട്ട് മുമ്പുള്ള നമ്മൾ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് മേപ്പോട്ട് പോകും. പക്ഷേ തൊട്ട് താഴത്തുള്ള ലോയ്ക്ക് താഴെ വരാതെ തൊട്ട് മേളിൽ ലോ വെച്ച് പോകും. ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ സപ്പോർട്ടുകളെ മനസ്സിലാക്കാം, റെസിസ്റ്റൻസുകളെ മനസ്സിലാക്കാം. നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ. ഈ ഒരു ഹയർ ഹൈ, ഹയർ ലോ ഇതിൽ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മതി നല്ല രീതിയിൽ.
ഏത് ചാർട്ടിലും ലോകത്ത് ഏതൊക്കെ ചാർട്ടുണ്ടോ ആ ചാർട്ടിലെല്ലാം നമുക്ക് ഈ ഒരു ഹയർ ഹൈ ഹയർ ലോ ഒരേ രീതിയിലല്ല, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണെങ്കിലും ഇതേ പാറ്റേണിലായിരിക്കും മൂവ് ആവുന്നത്. ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ എന്ന് പറയുന്നത്. ഇത് ചാർട്ടിൽ പോയിട്ട് ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഓരോ ചാർട്ട് എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത്. ഹയർ ഹൈ ഹയർ ലോയിലാണോ, ലോവർ ഹൈ ലോവർ ലോയിലാണോ, നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. ആദ്യം പോയിട്ട് ഇതുപോലെ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഓരോ ചാർട്ടിൻ്റെയും ബാക്കിലോട്ട് പോയിട്ട് ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. തൊട്ട് താഴത്തുള്ള ലോയ്ക്ക് അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല, തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് പോകുന്നു, വീണ്ടും താഴത്തോട്ട് വരാൻ ശ്രമിക്കുന്നു, പക്ഷേ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് അടുത്തേക്ക് വരുന്നില്ല, തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഇത് ഈ ഒരു പാറ്റേൺ എന്താണ്, ഹയർ ഹൈ ഹയർ ലോയിലാണ് പോകുന്നത്. ഹയർ ഹൈ ഹയർ ലോ. അപ്പോൾ ഇതിൻ്റെ ഓരോ ലോയും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇതിൻ്റെ ഓരോ ലോയും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഏതൊരു വ്യക്തിയും ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ. ഓക്കെ, ഇനി നമുക്ക് അത് അവിടെ നിന്ന് ട്രെൻഡ് ചേഞ്ച് ആകുന്നതിന് മുമ്പ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് മുകളിലോട്ട് പോകാനും അല്ലെങ്കിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് താഴോട്ട് വരാനും ഒക്കെ മാർക്കറ്റ് അവിടെ ഒരു സിഗ്നൽ നമുക്ക് കാണിച്ചു തരും. ആ സിഗ്നലിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ഇത് ഏത് ടൈം ഫ്രെയിമിലും വീക്കിലിയിൽ, ഡെയിലിയിൽ, 1 അവറിൽ നിങ്ങൾ ഈ ഒരു ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ഈ വരുന്ന പാറ്റേൺ നിങ്ങളൊന്ന് അതിൽ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ആ ഒരു പുൾ ബാക്ക് വരുന്ന ഓരോ ഏരിയയും, തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ള ലോ ഏതാണോ അതായിരിക്കും ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ചെയ്യുന്നത്. അതിനെ ഒരു സോണാക്കി മാർക്ക് ചെയ്താൽ മതി നമ്മൾ. ഓക്കെ, തൊട്ട് മുമ്പുള്ള ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ലോ ഏതാണോ അതായിരിക്കും അവസാനത്തെ ആ ഒരു ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസാനത്തെ ലോയിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ട് സസ്റ്റെയിൻ ആയാലേ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വരാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, തൊട്ട് മുമ്പുള്ള ആ ഒരു ലോയ്ക്ക് താഴെ വന്നാലേ മാർക്കറ്റ് വീണ്ടും ഇങ്ങനെ താഴത്തോട്ട് വരും. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ. ഏത് ടൈം ഫ്രെയിമിൽ പോയിട്ട് നിങ്ങളിതൊന്ന് ചാർട്ടിൽ നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിത് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, നമുക്ക് ഇനി ഇത് ആ ഒരു റിവേഴ്സ് ആവാനായിട്ടൊരു സിഗ്നൽ നമുക്ക് കാണിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ നിങ്ങൾക്ക് അന്നേരം ക്ലിയർ ആവും, അതും കൂടെ കാണുമ്പോൾ. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിപ്പിക്കുക.